ഹായ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ മലയാള മാധ്യമ രംഗത്ത്, വാർത്താ മാധ്യമ രംഗത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനത് നോട്ട് ചെയ്തപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരളത്തിലെ ഇന്നത്തെ TRP റേറ്റിംഗ് അനുസരിച്ചിട്ട് മലയാള മാധ്യമ രംഗത്ത്, വാർത്താ മാധ്യമ രംഗത്ത് ലീഡ് ചെയ്യുന്ന 2 വാർത്താ ചാനലുകളാണ് ഏഷ്യാനെറ്റും മറ്റൊന്ന് റിപ്പോർട്ടർ TV. ഈ 2 മാധ്യമ സ്ഥാപനങ്ങളും തമ്മിൽ അവരവരുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. സംഭവം തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലയാള വാർത്താ ചാനലായിട്ടുള്ള റിപ്പോർട്ടർ TVയുടെ ഉടമസ്ഥൻ, നമുക്ക് എല്ലാവർക്കും ആളെ പരിചയമാണ്. അയാള് അതിൽ ആങ്കർ ചെയ്യുന്ന കൂടിയുണ്ട്, ആൻഡോ അഗസ്റ്റിൻ. അയാള് ചില നീക്കങ്ങൾ നടത്തുക, നിരന്തരമായിട്ട് ജനങ്ങളായിട്ട് സംബന്ധിക്കുക, മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രചരണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ ഇതിനെ അല്പം ക്രിട്ടിസൈസ് ചെയ്ത്, എന്നാൽ തുടർന്ന് അതിനെ എതിർത്തുകൊണ്ടല്ല, അല്പം കളിയാക്കുന്ന രീതിയിലൊക്കെ അവിടെ എവിടെയും കൊണ്ടും കൊള്ളിച്ചൊക്കെ വർത്തമാനം പറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ വിൻഡോയിൽ അർജന്റീനൻ ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ആ സന്ദർഭത്തില് മലയാള മാധ്യമങ്ങളെല്ലാം ഇത് ആഘോഷിക്കേണ്ടായി. എസ്പെഷ്യലി ഏഷ്യാനെറ്റ് ന്യൂസ് കുറച്ചധികം ഇൻട്രസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു തുടങ്ങിയ കാലം മുതൽ മലയാളത്തിന്റെ വാർത്താ മാധ്യമ രംഗം ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, TRP റേറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് ചാനലുകളൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും പ്രൈം ടൈമിലൊക്കെ TRP റേറ്റിംഗ് കൂടുതലുള്ള ചാനലുകൾ. അത് നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളാണ്. മലയാളികൾക്ക് വാർത്തയോട്, ന്യൂസിനോടുള്ള താല്പര്യം എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അറിയാൻ പറ്റും. കാരണം നമുക്ക് കേരളത്തിൽ, ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെ എത്രത്തോളം ന്യൂസ് ചാനലുകൾ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും മലയാളികൾക്ക് വാർത്തകളോടുള്ള ഒരു താല്പര്യം എത്രയാണ്. അപ്പൊ അന്നു മുതൽ മലയാളികളുടെ വാർത്ത നേരം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഇടക്കാലം കൊണ്ട് പുതിയ ചാനലുകളായിട്ടുള്ള മനോരമയും മാതൃഭൂമിയും ഒക്കെ പത്രങ്ങളുടെ പിൻബലത്തോട് കൂടിയിട്ട് വന്നെങ്കിലും ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഇത് ഗ്രാഫ് താഴത്തേക്ക് വിടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അത് അല്പമെങ്കിലും സാധിച്ചത് 24 ന്യൂസിനാണ്. 24 ന്യൂസ് വളരെ കളർഫുൾ ആയിട്ടുള്ള ചില ഓഗ്മെന്റഡ് റിയാലിറ്റി, അങ്ങനെയുള്ള പുതിയ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിനെ ഒരല്പം ചലഞ്ച് കൊടുത്തു ഏഷ്യാനെറ്റ്. പക്ഷെ ഏഷ്യാനെറ്റ് മലയാളികൾക്ക് അതെല്ലാം മടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായി. എന്നാൽ പിന്നീടാണ് റിപ്പോർട്ടർ ചാനൽ ഒന്ന് മുഖം മിനുക്കി വന്നത്. അത് ഈ അഗസ്റ്റിൻ സഹോദരന്മാര് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തതിന് ശേഷമാണ്. അവര് ചില പുതിയ രീതിയിലുള്ള വാർത്താ അവതരണങ്ങളും എല്ലാം കൊണ്ട് മലയാളികളുടെ ഇടയിലേക്ക് ഒരു എന്താ പറയാ, കുറെ കൂടി നാടകീയതയൊക്കെ കുത്തി നിറച്ച്, നാടകീയമായിട്ടുള്ള റിപ്പോർട്ടിംഗ് എല്ലാം കുത്തി നിറച്ച് ഈ TRP റേറ്റിംഗില് ആ ഒരു യുദ്ധത്തില്, TRP വാറിൽ ഏഷ്യാനെറ്റിന് കാര്യമായ ഒരു ചലഞ്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു അല്പം ഈർഷ്യ ഏഷ്യാനെറ്റിന് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടറിന്റെ ഈ മെസ്സി വിവാദം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൊള്ളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരല്പം അവരെടുത്ത് ആഘോഷിക്കേണ്ടായി. അതിന് റിപ്പോർട്ടർ ചാനൽ മറുപടി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, മാധ്യമധർമ്മമാണോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവര് ഉടനെ തന്നെ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഓണറായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം, നമ്മുടെ മുൻ MP ആണ്, കേന്ദ്രമന്ത്രിയാണ്, BPL ഒക്കെ ഉടമയായിട്ടുണ്ടായിരുന്ന വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, മലയാളികൾക്ക് ചിരപരിചിതനായിട്ടുള്ള ഒരാളാണ്. റീസെന്റ് അദ്ദേഹം BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് വരികയുണ്ടായി. അപ്പോ ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ഡയറക്റ്റ് ടാർഗറ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനൽ, അതിന്റെ റിപ്പോർട്ടർമാരും എല്ലാം തീരുമാനിച്ചത്.
അവര് ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ചില ബൈറ്റ്സും കാര്യങ്ങളും കൊണ്ടുവന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരു ഭൂമി കുംഭകോണം കർണാടകയിൽ നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ചെയ്യണ്ടേ. 2 ദിവസം അവരത് ഭയങ്കര കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിനുശേഷം BPL-ന്റെ ഒക്കെ ഉൾപ്പെടെ മറുപടി എടുത്ത് അതിനെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP-യും രാജീവ് ചന്ദ്രശേഖരന്റെ സൈഡിൽ നിന്നൊക്കെ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു ഇതുണ്ടായി. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ഞാൻ റിപ്പോർട്ടർ ചാനലായിട്ട് സംസാരിക്കുന്നില്ല, അവരുടെ റിപ്പോർട്ടേഴ്സിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് പരസ്പരം ഏഷ്യാനെറ്റും റിപ്പോർട്ടർ ചാനലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട 2 ചാനലുകൾ പരസ്പരം അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി, അവരുടെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ഉണ്ട്. രണ്ടിൽ ഏത് ചാനലിൽ ജയിച്ചാലും ഇതിൽ അവസാനം തോക്കാൻ പോകുന്നത് മലയാളി തന്നെയാണ്. നല്ല വാർത്തകൾക്ക് വേണ്ടി, നല്ല ന്യൂസുകൾ അറിയാനുള്ള, അല്ലെങ്കിൽ എല്ലാ കാലത്തും മാധ്യമ പ്രവർത്തകർക്ക് ബഹുമാനം കൊടുത്തിട്ടുള്ള, മാധ്യമത്തിന് ബഹുമാനം കൊടുത്തിട്ടുള്ള മലയാളികൾ ഇത്തരം കിടമത്സരങ്ങളുടെ ഇടയിൽ പെട്ട് അവരുടെ വാർത്തയോട്, അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ, ഹൈലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ജനങ്ങളായിരുന്നു നമ്മുടെ ഇത്. അതായത് പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ളൊരു ജനവിഭാഗം നമ്മുടെ ഈ മലയാള മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടെ കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ മലയാളികളെ വാർത്താ ചാനലുകളിൽ നിന്ന് അകറ്റാനായിട്ട് സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ബിഗ് ബോസ് പോലെയുള്ള ചില റിയാലിറ്റി ഷോകൾ വെച്ച് എന്റർടൈൻമെന്റ് ചാനലുകളിലേക്ക് കൂടുതൽ ആളുകൾ വാർത്താ മാധ്യമങ്ങൾ വിട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിന് വളം പകരുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന നിലവിലെ ഈ വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങും മറ്റും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നല്ലൊരു മാധ്യമ പ്രവർത്തനം കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാനാണ് ഒരു എളിയ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്കും സാധിക്കുള്ളൂ. ഓക്കെ.